ടി വി എസിൻ്റെ ഏറ്റവും പുതിയ ബൈക്കായിട്ടുള്ള RTX 300 ടോട്ടലി ഒരു അഡ്വഞ്ചർ എന്നുള്ള രീതിയിലാണ് ടി വി എസ് മാറിയിരിക്കുന്നത്. ഈ ഒരു വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 5 കളേഴ്സിനാണ് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ടി വി എസിൻ്റെ ഏറ്റവും പുതിയ എഞ്ചിനായ 299cc ഒരു സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് കമ്പനിയിൽ കൊടുത്തിരിക്കുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് ഓൺ അസിസ്റ്റന്റ് സ്ലീപ്പർ ക്ലച്ചോട് കൂടിയിട്ടുള്ള ഈ ഒരു വാഹനത്തിന് 35.5 BH പവറും അതുപോലെ തന്നെ 28.5 Nm ടോർക്കുമാണ് കമ്പനി കൊടുത്തത്. 4 റൈഡിംഗ് മോഡ്സ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അർബൻ, റെയിൻ, ടൂർ, റാലി. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു 30 or 35 ആ ഒരു റേഞ്ചിലാണ് കിട്ടുക. ടോട്ടലി LED ബേസ്ഡാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ലൈറ്റും കാര്യങ്ങളും എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടിൻ്റെ വെയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 180 kg ഇതിനൊരു വെയിറ്റ് ഉണ്ട്. സീറ്റ് ഹൈറ്റ് ഏകദേശം 835 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് അതുപോലെ തന്നെ 200 mm ആണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഒരു കിടിലൻ TFT ഡിസ്പ്ലേ ആണ് കമ്പനിയിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, മാപ്പ് മിററിംഗ്, നാവിഗേഷൻസ്, റൈഡിംഗ് മോഡ്, അതുപോലെ തന്നെ GoPro കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഈ GoPro കൺട്രോൾ ചെയ്യുന്നത് ഒരു ഫീച്ചർ ഞാൻ പ്രീമിയം വെഹിക്കിൾസിൽ പോലും കണ്ടിട്ടില്ല. എന്നാലും ഈ ഒരു സംഭവം ഈ ഒരു റേഞ്ചിലുള്ള വണ്ടിക്ക് തന്നത് കിടിലൻ ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ സ്വിച്ചബിൾ ആയിട്ടുള്ള ABS എല്ലാം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ത്രൂ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വാട്ടർ കൂൾ പ്ലസ് ഓയിൽ കൂളും കൂടിയായിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് കമ്പനി കൊടുത്തിരിക്കുന്നത്. കമ്പനി അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് ഒരു 12.5 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു പെട്രോൾ ടാങ്കാണ്. നിങ്ങൾക്ക് ഈ പെട്രോൾ ടാങ്കിന്റെ ഡിസൈൻ നോക്കിയാൽ തന്നെ നമുക്ക് ഓഫ് റോഡ് ടൈമിലൊക്കെ നമുക്ക് കുറച്ച് നിന്നിട്ടൊക്കെ ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാല് ലോക്ക് ചെയ്തിട്ട് തന്നെ പോകാൻ പറ്റും. ടി വി എസിന്റെ ഫസ്റ്റ് അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ അവരുടെ ഫുൾ കഴിവും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം പെർഫോമൻസ് ബേസ് ആയിക്കോട്ടെ, ലുക്ക് ബേസ് ആയിക്കോട്ടെ, എല്ലാ തരത്തിലും വണ്ടിയെ മാക്സിമം അവർ ടോപ്പ് എന്നുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഈ ഒരു ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നൈറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ഒരു ലൈറ്റ് ഓൺ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു 5 സെക്കൻഡ് മുതൽ ഒരു 30 സെക്കൻഡ് വരെ നമുക്ക് ചാവി ഓഫ് ചെയ്ത് കഴിഞ്ഞാലും വണ്ടി ഹെഡ്ലൈറ്റ് കത്തണം എന്നാണെങ്കിൽ അല്ലെങ്കിൽ പാർക്കിംഗ് ലൈറ്റ് കത്തണം എന്നാണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് കമ്പനി ഇനി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു USB ഫോർക്ക് 41 mm അതുപോലെ തന്നെ റിയലിൻ്റെ പറയുകയാണെങ്കിൽ ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്.